ഗൈസ് ലുക്ക് അറ്റ് മൈ ബേ. ഇതാണ് പുതിയ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ധൂമ്, 2 റിങ്, അകത്ത ഫിലിപ്സിൻ്റെ ബൾബ് 65-ൻ്റെ. ഇതിൽ കിടന്നത് 65 തന്നെ കേട്ടോ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഒരു പാർക്ക് ലൈറ്റ് അപ്പുറ സൈഡിൽ പോയി ബലേനയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പാർക്ക് ലൈറ്റ് ഊരി എടുത്തില്ല. അതാകുമ്പം കമ്പനി സാധനമായതുകൊണ്ട് കുറച്ച് നാൾ കിടക്കും, അതെടുത്തിടാം. ഓക്കെ, ഫൈനലി നമ്മളുടെ ബുള്ളറ്റ് വീണ്ടും ഇറക്കിയിരിക്കുകയാണ്. കുറേ നാളായി എടുത്തിട്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട്, നല്ല പണികളുണ്ട് സത്യം പറഞ്ഞാൽ. ഒന്ന് നോർമലി ഉള്ള പണിയാണ് കേട്ടോ. ചെയിൻ സ്പ്രോക്കറ്റ് മാറണം, അതുകൊണ്ട് തുരുമ്പോലൊക്കെ പിടിച്ചിരിക്കണേണ്ട, എടുക്കാത്തതുകൊണ്ടാണ്. ചെയിൻ സ്പ്രോക്കറ്റ് മാറണം, പിന്നെ ഓയിൽ മാറണം, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അതുപോലെ തന്നെ ഇവിടെ ഹെഡിൻ്റെ ആ ഒരു ഇത് സീലിംഗ് ഒന്ന് ക്ലിയർ ആക്കണം. അതുപോലെ തന്നെ വേറെയുള്ള മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ. ഇവിടുത്തെ ട്യൂബൊക്കെ പോയി ദ്രവിച്ച്. കാർബറേറ്റർ കംപ്ലൈൻ്റ് ആണ്. കാർബറേറ്റർ ഇത് BS4 ഫസ്റ്റ് വണ്ടിയാണ്, അതായത് 3 കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇറങ്ങിയ വണ്ടി BS4. അപ്പോൾ ഇതിൻ്റെ കാർബറേറ്റർ കംപ്ലൈൻറ്റ് ഞാൻ ക്ലിയർ ചെയ്തൊക്കെ ആദ്യം ഇട്ടായിരുന്നു. പക്ഷേ എപ്പോഴും വണ്ടി ഓഫ് ചെയ്ത് വയ്ക്കണം, പെട്രോൾ ടാങ്ക്. അത് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഫ്യൂൽ ലീക്കാവും. സോ നമ്മളിത് മാറാൻ പോവുകയാണ്. ഇപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ BS3യുടെ കാർബറേറ്റർ ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇപ്പോഴും BS3യുടെ കാർബറേറ്റർ അങ്ങനെ പറഞ്ഞില്ല. E20 കാർബറേറ്റർ എന്നും പറഞ്ഞ അസംബ്ലി, റോയൽ എൻഫീൽഡിൻ്റെ ഒറിജിനൽ സാധനം. അപ്പോൾ E20 പെട്രോളിൽ ഇപ്പോൾ ഇറങ്ങണം. അപ്പോൾ ഈ കാർബറേറ്ററിൻ്റെ പ്രശ്നം ഓവർഫ്ലോ ആവുകയാണ്. അപ്പോൾ E20 പെട്രോൾ ഈ പഴയ കാർബറേറ്ററിൽ ഒഴിക്കുമ്പോൾ ഓവർഫ്ലോ ആവും, അല്ലെങ്കിൽ നമ്മുടെ അറപ്പ് വരും എന്നൊക്കെയാണ് പറയുന്നത്. ലൈക്ക് മിസ്സിങ് വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് E20 മിക്സാക്കി മറ്റേ പെട്രോൾ അടിക്കാൻ വേണ്ടിയുള്ള കാർബറേറ്ററാണ് ഇത്. അപ്പോൾ ഇത് മാറാനാണ് പറയുന്നത്. അപ്പോൾ ആ പവറിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. ഓയിലൊക്കെ മാറുമ്പോൾ ആ ഒരു പവർ വരും. പിന്നെ ഹാൻഡിൽ ചെറിയൊരു ബെൻഡുണ്ട് ഇവിടെ, അപ്പോൾ ഹാൻഡിലൊന്ന് മാറണം. ക്ലച്ചിൻ്റെ സ്വിച്ച് കംപ്ലൈൻ്റ് ഇല്ല, ഈ ലിവറിൻ്റെ അവിടുത്തെ തേങ്ങി പോയിട്ടുണ്ട്, അതായത് തേയ്മാനം വന്നിട്ടുണ്ട്, അത് മാറണം. ക്ലച്ച് കേബിൾ മാറണം. ഇത് ഹിമാലയൻ്റെ ഗ്രിപ്പാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണം. അപ്പോൾ ഈ ഗ്രിപ്പ് സെയിം ഗ്രിപ്പ് തന്നെ ഇടണം. വേറെ ഒന്നുമില്ല. ചെയിൻ സ്പ്രോക്കറ്റ് പറഞ്ഞില്ല. ബ്രേക്ക് ഷൂ കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ ഈ സാധനം പൊട്ടിപ്പോയി, ഇത് മാറണം. ബ്രേക്ക് പാഡ് തീർന്നായില്ലെന്ന് നോക്കണം, തീർന്നെങ്കിൽ മാറണം. അപ്പോൾ അത്രയാണ് നമ്മൾ പണി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് കണ്ടീഷൻ. ഒരുമാതിരി കോലം കെട്ടിയിരിക്കുകയാണ്, കൊണ്ട് സർവീസൊക്കെ ചെയ്യണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പൈസ ആവുമെന്ന്. ഇതാണ് കേട്ടോ ഹാൻഡിൽ മാറാൻ പോകുന്നത്. ഇതും ജെന്യുവൻ പാർട്ടാണ്, എല്ലാം ജെന്യുവൻ പാർട്ട് തന്നെ കേട്ടോ മാറുന്നത്. ഈ സാധനം മാത്രമാണ് ജെന്യുവൻ പാർട്ട് അല്ലാത്ത വെച്ചേക്കണം. ഹെഡ് അതൊന്ന് പൊട്ടിയപ്പോൾ ഇവിടെ നിന്ന് മാറിയണത്. മാറാൻ പറഞ്ഞപ്പോൾ ഒരു ലോക്കൽ സാധനം ഇട്ട്. ഇതിന് എനിക്ക് മാറണം, നല്ല സാധനം നോക്കി. അല്ലെങ്കിൽ അംബാസഡറിൻ്റെ പഴയ ധൂം എടുത്തിട്ട് വേറെ പരിപാടി ചെയ്യാണ്ട്, അതൊക്കെ പഴയ ആ കുരുട്ട് ബുദ്ധി പ്രവർത്തിച്ച് തുടങ്ങണം. അപ്പോൾ ഇത് ചെറിയൊരു ബെൻഡുണ്ട്, ഇതും കൂടെ മാറ്റാം. ഇത് ഗ്ലോസ് ബ്ലാക്ക് ആണ്, അത് ഞാൻ സ്റ്റിക്കർ ചെയ്ത് തന്നെ കേട്ടോ. അത് എത്ര 9 വർഷമായി സ്റ്റിക്കർ ചെയ്തിട്ട്, കിട്ടില്ല സാധനം. ഇത് മാറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. ഇത് എടുത്തിട്ട് നമുക്ക് സ്റ്റിക്കർ ഓണായി ചെയ്യാം. അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണ്. ഇത് നോർമൽ ധൂം, അതായത് പഴയ ധൂം തന്നെ. റോയൽ എൻഫീൽഡിൻ്റെ അല്ല, വേറൊരു തേർഡ് പാർട്ടിയാണ് കേട്ടോ. അതിൽ വെച്ചിട്ട് ആ 60 വാട്ടിൻ്റെ ബൾബിട്ടാണ്. വാവ്, ജിങ്കാങ്ങണി സാധനം. ഇതാണ് വെട്ടം കേട്ടോ. ഇനി ധൂം കൂടെ മാറ്റുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റർ ആവും. സെറ്റല്ലേ? ഫൈനലി നമുക്ക് ജെന്യുവൻ പാർട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. റോയൽ എൻഫീൽഡിൻ്റെ ആ റിങ് ഞാൻ പറഞ്ഞില്ലേ 2 എണ്ണം. അപ്പോൾ പുറത്തൊക്കെ വാങ്ങിക്കണേക്കാട്ടിൽ നിങ്ങൾ OG സാധനം തന്നെ വാങ്ങിക്കുക. ബ്ലാക്കും കിട്ടും കേട്ടോ. ഇത് ശുഭയെന്നാണ് മേടിച്ചത് കേട്ടോ. അട്ടക്കുളങ്ങനെയുള്ള ശുഭയിൽ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ സാധനങ്ങളുണ്ട്. പണ്ടിറങ്ങിയ വണ്ടി തൊട്ട് ഇപ്പോൾ ഇറങ്ങണത്. ഇന്ന് ഒരു വണ്ടി ഇറങ്ങിയാൽ പോലും അവരുടെ പാർട്സ് കാണും. എനിക്ക് തോന്നുന്നു ഇവർക്ക് പാർട്സ് കൊടുത്തിട്ടായിരിക്കും ഒരു വണ്ടി ഇറക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എത്രയെന്ന് ഞാൻ പറഞ്ഞുതരാമേ. ഒരെണ്ണത്തിന് 143 രൂപയും, അതായത് ഔട്ടർ റിംഗ് ആണെന്ന് തോന്നുന്നത്. ഇത് ഇന്നർ റിംഗ് ആണെന്ന് തോന്നി, 253 രൂപ. അതുപോലെ തന്നെ ഞാൻ ധൂം കാണിച്ചു തരാൻ മേടിച്ചത്. ഇതാണ് അംബാസഡറിൻ്റെ ധൂം കേട്ടോ. അതായത് ഒറിജിനൽ അംബാസഡറിൻ്റെ ധൂമല്ല, അംബാസഡറിന് വരുന്ന, അതായത് അകത്ത ആ ഒരു ഗ്ലേസിങ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഗ്ലേസിങ് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ OG സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിടാം. അതിനേക്കാളും കുറച്ചുകൂടെ അകം തിളക്കം പറഞ്ഞ സാധനമാണ് കേട്ടോ. അകത്ത് തിളക്കം പറഞ്ഞ സാധനമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതിപ്പോൾ ഞാൻ സ്റ്റോക്ക് ലൈറ്റ് എടുത്തിട്ടേക്കാണ് കേട്ടോ. ഇത് നമ്മൾ 65-ൻ്റെ ആ ഒരു ഫിലിപ്പിൻ്റെ ലൈറ്റ് കൂടെ മാറ്റിയിടാനുള്ള പരിപാടി കേട്ടോ. ഈ ഒരു സാധനമാണ് ഞാൻ മാറ്റിയിട്ടേക്കുന്നത്. അപ്പം ഇത് നിങ്ങളൊരു ലോക്കൽ സാധനം, അതായത് ഇത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വേറൊരു ഇത് കണ്ടോ, വേറൊരു മെറ്റീരിയലാണ്, ഒരു ഗ്ലാസ് ടൈപ്പാണ്. അപ്പോൾ ഇത് എൻ്റെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചാത്ത സാധനമാണ് അവൻ എനിക്ക് വെച്ച് തന്നത് കേട്ടോ. കണ്ടോ, ഇത് ഗ്ലാസ് ടൈപ്പ് അല്ല. അപ്പോൾ ഈ 65 ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് അകത്ത് എരിയാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ് ടൈപ്പ് തന്നെ വാങ്ങിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വില കുറവാണ്, 150-200 രൂപയേ ഉള്ളൂ കേട്ടോ. എൻഫീൽഡിന് പോകുമ്പം ഇച്ചിരി റേറ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വാങ്ങിച്ചിടാം. കുറച്ചൊരു വെട്ടം വേണമെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിച്ചിടാം കേട്ടോ. അപ്പം ഇതാണ് ആ ബൾബ്, നമുക്ക് മാറ്റാം. ഓക്കെ, റോയൽ എൻഫീൽഡിൻ്റെ കൂടെ കിട്ടിയ ഈ ഒരു ടൂള് തന്നെ മതി കേട്ടോ നമുക്ക് ഇത് കേൾക്കാൻ. 10 വർഷം പഴക്കമുള്ളതിന് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ തന്നെ കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് നമ്മൾ ഇത് റിലീസ് ചെയ്യുമ്പം ഇത്
മാത്രം നമുക്ക് മാറ്റാൻ പറ്റും. നമുക്കിത് ഫുൾ ഇളക്കിയെടുക്കണം. ആയതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഈ ഒരു സൈഡിൽ ഒരെണ്ണമുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഇത് ലോക്കൽ ആയതുകൊണ്ട് അവ എനിക്കിവിടെ സ്ക്രൂ കയറാത്തതുകൊണ്ട് ഇടാത്തതാണ് തോന്നണം കേട്ടോ. ഇത് എന്തായാലും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെക്കുക. ഇവിടെ പിടിക്കണമെന്നല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ പ്രഷർ കൊടുത്താൽ നമുക്ക് സ്ക്രൂവിൻ്റെ എഡ്ജ് ചാടാതെ ഊരാൻ പറ്റും. സിമ്പിളാണ് കേട്ടോ പരിപാടി. ഇങ്ങനെ നമ്മൾ ഊരുന്നു. ലെഫ്റ്റ് ഹാൻഡാണ് വാക്ക് കേട്ടോ, അതുകൊണ്ടാണ് മറ്റേ കൈ വെച്ച് നേരെ പറ്റാത്തത്. ഇത് ഊരിയെടുക്കുന്നു. നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. ഒരു കൈ കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഊരാനായിട്ട്. ഓക്കെ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു കൈ ഇരിക്കും. ഇത് ഊരുമ്പോൾ ഇതിനകത്തൊരു എൽ ക്ലാമ്പല്ല, ഒരു കുളത്തുണ്ട് ഇങ്ങനെ ഇരിക്കണം. അത് ഇതിൽ പിടിച്ചിരിക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അത് താഴെ ഊരി വീഴാതെ നോക്കിക്കണം. ഇത് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ലൂസാക്കുമ്പോൾ തന്നെ ഇതിനെങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കൊളുത്ത് കണ്ട. ഇതിൽ കയറി ഇരിക്കുമ്പോഴാണ് ടൈറ്റ് ആയിട്ടിരിക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിതിങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ലൈറ്റിനകത്ത് ഊരുക. ഈ ലൈറ്റിനെ ഊരുക. ഇതാണ് പാർക്കിൻ്റെ കേട്ടോ. BS4 വണ്ടികൾക്കൊക്കെ ആദ്യം പാർക്ക് ഇവിടെ വരും. ഞാൻ ആദ്യമേ ഇതിനെ ഊരിക്കളഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ചുമ്മാ ലൈറ്റ് കത്തി കിടക്കില്ലെങ്കിൽ ഇതിനെ ഊരുമ്പോൾ നമുക്കിതാ ഇതിങ്ങനെ കിട്ടും. ഇത് ഏതൊരു സാധനം, ഇത് കൊള്ളൂല. അതിനകത്തുള്ള ആ ഒരു ഗ്ലേസിങ് ഒന്നുമില്ല. വെട്ടത്ത് വെച്ചാലും ആ ഒരു സുഖമില്ല. കണ്ട, ഒരു ചത്ത സാധനം. അത് മാറ്റിയിട്ടാണ് നമ്മൾ അംബാസഡറിൻ്റെ ഇടാൻ പോകണം. അത് ഞാൻ കാണിച്ചു തരാം. ഇതിനെ നമ്മളിവിടെ ഇങ്ങനെ കമത്തി വയ്ക്കുക. കമത്തി വയ്ക്കുന്നതിന് പൊട്ടാതിരിക്കാം. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ വയ്ക്കുക. ഇതിനെയൊക്കെ ഊരണം ഞാൻ കാണിച്ചു തരാം. ഇതിനെ ഊരി ഫുൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതാ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഈ റിങ് ഊരി വരും. ഉണ്ടാ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഊരണതൊക്കെ നോക്കി വെച്ചിട്ട് ഊരണം. അല്ലാതെ അവസാനം ഊരി വെച്ചിട്ട് മറ്റേ തീർന്നത് എങ്ങനെ മറിച്ച് തീർന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കല്ലേ. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഊരിയാൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് ഊരാൻ പറ്റും. ഓക്കെ, എന്താ എങ്ങനെ പോയാലും ഇത് ഞാൻ തുറന്നിട്ടൊരു 5-6 കൊല്ലം ആവും. സ്പീഡോമീറ്ററൊക്കെ മാറാനെന്തോ തുറന്നതായിരിക്കും ലാസ്റ്റ്. ചെളി, അത്രയും ചെളിയാണ്. കൂടൊക്കെ വെച്ച് വെച്ചേക്കണ്. ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ളത്. ഇതൊന്നും ക്ലീൻ ചെയ്യണ്ട, എന്നാലും നിങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി ക്ലീൻ ചെയ്തോ. ഇതാണ് അതിൻ്റെ ഒരു സാധനം. ഇത് ഇന്നർ റിങ്ങാണ് കേട്ടോ, അകത്ത് പറഞ്ഞത്. നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ, OG. അത് നമ്മൾ ലോക്കൽ വാങ്ങിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പെയിൻ്റൊക്കെ പോകൂടെ. ഇതാണ് ടോപ്പിൽ പറഞ്ഞത് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് വെക്കാറുള്ളത്. അതായത് നമ്മളെ ഈ ലോക്കൽ സാധനത്തിൻ്റെ ഉണ്ടാ ഇത് പറഞ്ഞ സാധനം. ഇതിനാദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഊരിയിടാം. ഫസ്റ്റ് ഇത് ഊരാനായിട്ട് ഇതിൽ പിടിക്കുക. ഇങ്ങനെ കറക്കുക. കറക്കി അതിനെ ഊരിയെടുക്കുക. ഊരിയെടുക്കുമ്പോൾ ഇതാണ് അകത്ത് വരണത്. അകത്ത് വരേണ്ടത് ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഇത് വരണം. ഈ സ്ക്രൂ എടുക്കുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ക്രോസ് ആവാൻ പാടില്ല ഒരിക്കലും, കേട്ടല്ലേ, ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്തിരി ഫ്രീ ഇട്ടേക്കണം, എന്നാലേ ഇത് നമുക്ക് താത്തി ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അകത്ത് കയറാൻ വേണം. ഇത് 2 സൈഡിൽ പറഞ്ഞത്. എന്നിട്ട് ഇതിനെ നമുക്ക് മാറ്റാം. ഇതിലുള്ള സ്ക്രൂസും കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ഇളക്കുമ്പോൾ സ്ക്രൂ ഉണ്ടായില്ലെന്നൊക്കെ നോക്കി ഇളക്കുമ്പോൾ സ്ക്രൂ ഒക്കെ മാറ്റി തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇന്നർ റിങ്. ഇതിൻ്റെ കൂടെയും പിന്നും കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് മറ്റേത് ഊരുമ്പോഴും പിന്നെടുത്ത് കളയാതിരിക്കുക. ഇതാണ് സാധനം. സൂപ്പർ സാധനം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ധൂമ് സെറ്റ് ചെയ്യണം. ധൂമ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് കണ്ട, ഇത് നമ്മുടെ പഴയതാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ പൊക്കിയെടുക്കുക. ഇത് നമ്മളെ പുതിയ ബൾബാണ് കേട്ടോ. ഈ പുതിയ ബൾബ് ഞാൻ ഇതിനകത്ത് ഇട്ടതാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഊരാനായിട്ട് ഇത് കണ്ട, ഇതിനെ ഇങ്ങോട്ട് ഊരണം, ഇതിനെ അങ്ങോട്ട് ഊരണം. ഒന്നൂരി അടുത്തത് ഊരിയിട്ട് ഇങ്ങനെ അഴുത്തിട്ട് നമുക്ക് ബൾബിനെ ഇങ്ങനെ മാറ്റണം. മാറ്റണതിന് മുമ്പേ നമുക്ക് ആ ധൂമിലെടുത്ത് സെറ്റ് ചെയ്യേണ്ട രീതിയും കൂടെ നോക്കുക. ഇതാണ് നമ്മുടെ പുതിയ ധൂമ്. ഈ ധൂമിൻ്റെ ക്വാളിറ്റി കാണിച്ചു തരാം. വേറൊന്നുമില്ലല്ലേ, ഇതുകൂടെ ഉണ്ട് അതിൻ്റെ വാഷറല്ല, അതിൻ്റെ കപ്പ് അടയ്ക്കാനുള്ളത്. ഈ ധൂമിൻ്റെ ക്വാളിറ്റിയും ഈ ധൂമിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കേണ്ട, ഗ്ലേസിങ് വേണ്ട. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഇത് പഴയ ബൾബിനെ ഞാൻ എടുത്തിട്ടാണ് കേട്ടോ. ഊരുക, ഇതിനെങ്ങനെ മാറ്റുക, ഇതിനെങ്ങനെ മാറ്റുക, നമ്മുടെ ബൾബിനെ എടുത്ത് അതുപോലെ ഇവിടെ ഇടുക. ഇങ്ങനെയാണ് ഇടാറുള്ളത്. അതായത് ഇത് ടോപ്പ്, ഇത് 2 ബോട്ടം. എന്നിട്ട് ഇങ്ങനെ എടുക്കുക,
ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ ഇവിടെ ലോക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യണൊരു കണ്ണാടിയൊക്കെ വെച്ച് ചെയ്യണം കേട്ടോ, വന്ന കണ്ണിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിങ്ങനെ ആകുമ്പോൾ ഇതിവിടെ ലോക്കായി കഴിഞ്ഞു, സെറ്റായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ധൂം. അപ്പോൾ ഇതിന് ഇന്നർ റിങ് സെറ്റ് ചെയ്യണം. വേണമെങ്കിൽ ഈ കമ്പിയൊക്കെ നമുക്ക് ഇവിടെ എടുത്തിടണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇവിടെ പാർക്ക് ലൈറ്റ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ നിങ്ങൾ പാർക്ക് ലൈറ്റ് ഒന്നും കൊടുക്കാതിരിക്കുക, അപ്പോൾ കത്തി കിടക്കില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ക്ലിപ്പിനെ ഊരണം. ഈ ക്ലിപ്പിനെ ഊരാനായിട്ട് സിമ്പിളാണ് കേട്ടോ പരിപാടി. എന്നിട്ട് ഈ ക്ലിപ്പ് വേറെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ധൂമിനെ ഊരി എടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എന്നെ വെച്ചേക്കാം. ഇത് ഊരി എടുക്കാൻ സിമ്പിളാണ് കേട്ടോ. നമുക്കിതാ ഈ ഇതിനെ മൈനസ് ആക്കണം. ഇത് ഞാൻ ഇപ്പോൾ ടൈറ്റ് ചെയ്ത് കയറ്റി വെച്ചെങ്കിലും മൈനസ് ആക്കാൻ പറ്റില്ല. ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഏതെങ്കിലും ഒരു സൈഡിനെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാ അതിങ്ങനെ ഊരി വെളിയിലോട്ട് വരും. ഉണ്ടാ ഇങ്ങനെ വെളിയിലോട്ട് വരും. അതിനെ ഇങ്ങനെ അങ്ങ് എടുക്കുക. ഉണ്ടാ ഇത്രയേ ഉള്ളൂ പരിപാടി. ഉണ്ടാ രണ്ടെണ്ണം ഇളക്കുമ്പോൾ തന്നെ നമുക്കതിനെ ഒരു ടൈറ്റൊക്കെ മാറി ലൂസാവും. അത് ഏത് ഭാഗത്താണ് ഇളക്കാൻ പറ്റണത് ആ ഭാഗത്ത് നമ്മളൊന്ന് ഇളക്കാൻ ശ്രമിക്കുക. ഉണ്ടാ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് ഇളവിങ്ങി വരും. സിമ്പിളാണ് പരിപാടി. ഇങ്ങനെ ഇളക്കുമ്പോൾ ഇതെല്ലാം ഇളക്കാൻ പറ്റും. ഇത് ഫുള്ള് ഞാൻ നിങ്ങളുടെ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ ഇത് ഫുള്ള് നിങ്ങൾ ഇളക്കാൻ പാടില്ല. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുതിയതിനകത്ത് നമ്മൾ ഈ ധൂമിനെടുത്ത് വെക്കുക. പാർക്ക് വരുന്നത് ബോട്ടമാണ്. ഈ പാർക്ക് ലൈറ്റ് പറഞ്ഞാൽ ബോട്ടമാണ്. ഇത് ഇതിൻ്റെ ടോപ്പാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ബോട്ടത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കയറ്റണം. കണ്ട ധൂമിങ്ങനെ നിൽക്കും, നല്ല ഗ്ലേസിങ് ആയിട്ട് നിൽക്കും, പക്ക സാധനം. മടക്കുക. മടക്കിയതിന് ശേഷം ഈ ക്ലിപ്പിനെ എടുത്തിട്ട് ഇങ്ങനെ വേണം ഇടാറുള്ള. ഒരെണ്ണം ഇറക്കുക, ഇങ്ങനെ വയ്ക്കുക. നമ്മൾ ഇളക്കിയത് എങ്ങനെയാണ് ഇതുപോലെ ഇളക്കിയതുപോലെ തിരിച്ച് പിടിച്ച് അങ്ങോട്ട് ആ ലോക്കിൽ അങ്ങോട്ട് ഇട്ടാൽ അതങ്ങ് സെറ്റാവും. ആ രണ്ട് ക്ലിപ്പ് ഓപ്പോസിറ്റ് ഇടുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ക്ലിപ്സ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ സൈഡ് ഇളവി വരും. ആ സൈഡിൽ വെക്കുക. ഇനി എല്ലാ ക്ലിപ്പും ബാക്കിയെടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ അത് ഇടാൻ പറ്റില്ല, ക്ലിപ്പ് ഇടാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി സെറ്റായി കഴിഞ്ഞാൽ കേട്ടോ, ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ ആ ഒരു പുതിയ ധൂം വരുന്നത് സുഹൃത്തുക്കളെ. മൊട്ടം കോമഡി എന്തെന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു ചാത്ത സാധനം ആ ഷോപ്പിൽ നിന്ന് ഇട്ട് തന്നെന്നുള്ളത്. അതിനകത്ത് മാറി ഇപ്പം ബൾബ് കൂടെ മാറിയിടായി. ഇത് ഇപ്പം ഞാൻ വെച്ച ഫിലിപ്സിൻ്റെ ബൾബ് കേട്ടോ, ഫിലിപ്സിൻ്റെ 65 അതായത് 12 വാട്ട് പറഞ്ഞാൽ 65 വാട്ട് വരുന്ന ആ ഒരു ബൾബ്. ഇത് ഫെനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 12 വാട്ട് 65 വരുന്ന ബൾബ്. അപ്പോൾ ഓൾറെഡി 65 ആണ് ഇത് കിടന്നത്. ഈ ഒരു സാധനം 65 ഓൾറെഡി അതിനകത്ത് കിടന്ന്. അപ്പോൾ ഈ ഒരു ചാത്ത സാധനത്തിൻ്റെ ഈ ഒരു കൂതറ ധൂമിൻ്റെ പ്രശ്നമായിരുന്നു ആ ഒരു വെട്ടം ഇല്ലായ്മ. ഒമ്മച്ചി കണ്ട വെച്ചതും താഴെ പോയി, പാക്കിങ് പോലും ഇല്ല. ഈ ഒരു സാധനത്തിൻ്റെ ഒരു മങ്ങല ഉണ്ടായത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക് വെട്ടം കിട്ടാത്തത്. അപ്പോൾ ഞാൻ പുതിയ 65 എടുത്ത് ഇതിനകത്ത് ഇട്ടപ്പോഴും എനിക്ക് ഒരു വലിയൊരു വ്യത്യാസം തോന്നിയില്ല. ഞാൻ വിചാരിച്ചു എന്താ ഇനി ഫിലിപ്സൊക്കെ ആയതുകൊണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ഫിനിക്സിനെക്കാട്ടിലും ബെറ്റർ ക്വാളിറ്റി ഫിലിപ്സിൻ്റെ തന്നെയാണ്. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ ഈ ഒരു ഫിനിക്സ് എന്ന് പറയുന്നത്. ഇതും കൊള്ളാം. ഇതിനേക്കാളും കുറച്ചുകൂടെ സൈസ് കൂടുതലാണ് ഫിനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ആ ഒരു ഫിലിപ്സ് തന്നെ ഇടാം കേട്ടോ ഇതിനകത്ത്. ഫിലിപ്സിൻ്റെ ബൾബ് തന്നെ ഇതിനകത്ത് നമുക്ക് ഇടാം. ശെടാ, അപ്പോൾ ഈ ധൂമ് മാറുമ്പോൾ കത്തും കേട്ടോ, ഈ സാധനം പൊളിക്കും. അപ്പോൾ ഇത് നമുക്ക് വെച്ചേക്കാം എന്തായാലും. ഇത് ഇൻ കേസ് അടിച്ച് പോകണമെങ്കിൽ നമുക്ക് ഇത് പിന്നെ 1.5-2 വർഷത്തോളം ആവും. ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് മാറാം, ഇതിലോട്ട് ഈ ലൈറ്റ് തന്നെ ഇടാം കേട്ടോ. ഇതിൻ്റെ റിങ് പഴയത് വേണമെങ്കിൽ പഴയത് തന്നെ ഇടാം, പുതിയത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് പുതിയത് ഇടാം. എന്തായാലും ഇത് കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ. ഇത് തന്നെ കിടക്കട്ടെ, പഴയത് തന്നെ കിടക്കട്ടെ. പുതിയത് നമുക്ക് പിന്നീട് എപ്പോഴത്തേക്കെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതിനൊക്കെ അടച്ച് സെറ്റ് ചെയ്യാം, ഈ ഒരു സാധനം സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ പുതിയ ഇത് പഴയത് പുതിയ സെറ്റ് ചെയ്യാം അവിടെ. അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പുതിയ സെറ്റ് ചെയ്യാനുള്ളത് സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ വയറകത്താക്കുക. വയറകത്താക്കിയിട്ട് നമുക്കിതാ ഇങ്ങനെ കൊണ്ട് ഇവിടെ വയ്ക്കുക. ഇതിനിങ്ങനെ പ്രസ് ചെയ്താക്കുക, ഇതിനകത്ത് കയറ്റുക.
ഇതിനെ അടിയിലാക്കണം കേട്ടോ, കാണാമോ? ഇതിനെ അടിയിലാക്കണം, ഇതിനെ മുകളിലാക്കണം. എന്നിട്ട് വെക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് ഇവിടെ റിങ് കറക്റ്റ് സ്ക്രൂ കയറ്റാനുള്ള ഇവിടെയും കിട്ടും. ഒറിജിനൽ സാധനമാണെങ്കിൽ കറക്റ്റ് കിട്ടും. ലോക്കലൊക്കെ ആണെങ്കിൽ കിട്ടൂല. എൻ്റെ ഒരു സ്ക്രൂവേ ഉള്ളൂ ഇവിടെ. ഞാൻ ഒരെണ്ണം തപ്പി എടുക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ കേട്ടോ. ദെൻ നമ്മുടെ സ്ക്രൂ ഇവിടെ വയ്ക്കുക, സ്ക്രൂ ഡ്രൈവറിൽ വയ്ക്കുക, ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ കറക്കി ക്രോസ് വീഴാത്ത രീതിക്ക് നമുക്ക് ടൈറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും ധൂമ് സെറ്റ് ചെയ്യുമ്പം ഇത് കണ്ട പാർക്ക് വരുന്നത് ഏറ്റവും താഴെ തന്നെ വരണം. അവിടെയാണ് ക്ലിപ്പ് വരുന്നത്, താഴത്തെ ക്ലിപ്പ്. അല്ലെങ്കിൽ നമുക്ക് ഡിമ്മും ബ്രൈറ്റിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഓക്കെ, വെക്കാനായിട്ട് ജസ്റ്റ് കണ്ട അതിങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ആ ക്ലിപ്പിനകത്ത് കയറ്റണം ആദ്യം. താഴത്തെ ക്ലിപ്പ് നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നതുകൊണ്ട് പാടായിരിക്കും, എന്നാലും ഈ ബോക്സ് ഇല്ലാത്തവർക്ക് പറ്റും. ബോക്സ് ഇരിക്കുന്നതുകൊണ്ട് പാടാണ് കേട്ടോ. ഞാൻ വെച്ചിട്ട് കാണിച്ചു. പഴയ പാർക്കിൻ്റെ ഞാൻ ഊരി മാറ്റിയിട്ട് ആ പുതിയ പാർക്കിൽ തന്നെ ക്ലിപ്പ് പിടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ വയറും ഇങ്ങനെ പിടിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ നമ്പർ പ്ലേറ്റ് ഊരി മാറ്റിയപ്പോൾ അവിടെ സുഖമായിട്ട് കയറിയിരുന്നു കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കയറ്റി വയ്ക്കുക, ഇവിടെ ടൈറ്റ് ചെയ്യുക കേട്ടോ. ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ കീ എടുത്തിട്ട് വർക്കിംഗ് ആണോ നോക്കുക. എനിക്കറിയാം വർക്കിംഗ് ആവും എന്നുള്ളത്, ഇല്ലെങ്കിൽ ഞാൻ രണ്ടത് ഊരിക്കോളാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു പൊട്ടൽ കേട്ടു, പൊട്ടിയെന്തോ. ജസ്റ്റ് ഇങ്ങനെ എഡ്ജ് കട്ടാവാത്ത രീതിക്ക് ടൈറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഒരു ക്വാളിറ്റിക്ക് മാറും. കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി കണ്ട അകത്ത് റിഫ്ലക്ഷൻ കണ്ട, രാത്രി ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. പകൽ വെളിച്ചത്ത് ആ ഒരു ബ്രൈറ്റ് കണ്ട അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. ഇവിടെയൊക്കെ നിൽക്കുമ്പോഴേ ചൂടടിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കയ്യിലൊക്കെ ചൂടടിക്കുന്നുണ്ട് കേട്ടോ. പക്ക അത് നൈസ്. ഇപ്പം ബ്രൈറ്റ് എന്തിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. കാരണം ഞാൻ വണ്ടി ഇറക്കിയ സമയത്ത് ഇവിടെ സ്വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഈ സാധനം മാറിയപ്പോൾ അമ്മമാർ ഈ ഒരു സാധനം ഉണ്ടായിരുന്നുണ്ട്, സ്വിച്ച് ഉള്ളതില്ലായിരുന്നു. അങ്ങനെ ഇത് എടുത്ത് പിടിച്ച് വെച്ച് അപ്പോൾ നമുക്ക് ബ്രൈറ്റ് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ഡിം ഇട്ടിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോഴാണ് നമുക്ക് ഹെഡ്ലൈറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. മറ്റ് അസംബ്ലി, മറ്റേ BS3യുടെ അസംബ്ലിയിൽ. അത് കുറച്ച് പരിപാടി ഉണ്ട് അത് ചെയ്യാനായിട്ട്. അതിനെപ്പറ്റിയൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി ഗൈസ് ലുക്ക് അറ്റ് മൈ ബേ. ഇതാണ് പുതിയ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ധൂമ്, 2 റിങ്, അകത്ത ഫിലിപ്സിൻ്റെ ബൾബ് 65-ൻ്റെ. ഇതിൽ കിടന്നത് 65 തന്നെ കേട്ടോ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഒരു പാർക്ക് ലൈറ്റ് അപ്പുറം സൈഡിൽ പോയി ബലേനൊന്നും ഇപ്പോൾ നമ്മൾ പാർക്ക് ലൈറ്റ് ഊരി എടുത്തല്ലോ. അതാകുമ്പം കമ്പനി സാധനമായതുകൊണ്ട് കുറച്ച് നാൾ കിടക്കും, അതെടുത്തിടാം. ഓക്കെ, മാറാൻ ഇതിനെ ഊരുക. അപ്പോഴും തന്നെ ഈ ഒരു സാധനം ഇങ്ങനെ വരും. അതിനകത്ത് പാർക്ക് എടുത്ത് കിട്ടാതെ. ഇത് പെയിൻറ്റ് ചെയ്യാണ്ട് കേട്ടോ. ഇത് പോയി 8-9 വർഷമായ സാധനമല്ലേ, പോയി. ഊരുമ്പം തന്നെ നിങ്ങൾക്ക് അകത്ത ബൾബൂടെ മാറാം കേട്ടോ. വൈറ്റ് ബൾബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്തിട്ടാൽ മാറാൻ പറ്റും. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മൾ അംബാസഡർ എന്ന് പറഞ്ഞ ധൂമിട്ടപ്പോൾ ഉള്ള ആ ഒരു വെട്ടത്തിൻ്റെ ക്വാളിറ്റി. ഇതിപ്പം ഓഫാണ്. ഇതിപ്പോൾ നമ്മൾ ബ്രൈറ്റ് ഇടുമ്പോൾ ഉള്ള ക്വാളിറ്റി. എനിക്ക് ഡിമ്മില്ല, കാരണം സ്വിച്ച് മാറിയതുകൊണ്ട് എനിക്ക് ഡിമ്മ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഡിമ്മ് ഇട്ടിട്ട് ഇവിടെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് ഡിമ്മ് കത്തുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് ഡിമ്മ് ഇടുമ്പോൾ അത് ഓഫാണ്. അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതായത് BS4 നിന്ന് BS3ൻ്റെ സിസ്റ്റത്തിലോട്ട് മാറ്റിയതാണ് കേട്ടോ. ഇതാണ് ആ ഒരു ലൈറ്റിൻ്റെ ക്വാളിറ്റി. അത് കീടിലും വെട്ടമല്ലേ. അപ്പോൾ ഇത് കിടന്നത് നമ്മൾ ഓൾറെഡി മാറ്റി 65 ആക്കിയതായിരുന്നു. അപ്പോൾ ധൂമിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയാണ് ആ ഒരു വെട്ടം കുറവ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ധൂമും പുതിയൊരു 65 മാറ്റി. ഇപ്പോൾ പുതിയ 65 ആണ് ഇതിൽ കിടക്കുന്നത് കേട്ടോ. ആ ധൂമ് ഈ ക്വാളിറ്റിയാണ് കേട്ടോ. എങ്ങനെയുണ്ട്, നൈസ് അല്ലേ സാധനം? ഇതാണ് കേട്ടോ ആ ധൂമ് കാണുമ്പോൾ ഉള്ള ആ ഒരു ക്വാളിറ്റി. സെറ്റല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇതാണ് സാധനം. വെട്ടം വരുമ്പോൾ ഇങ്ങനെ വരും. നൈസ് 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 നൈസ്.